പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 9.1-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സസൈസ് 10.2-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ച് ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സിനും എക്സസൈസുകളുടെ നമ്പേഴ്സിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Prove that if chords of congruent circles subtend equal angles at their centers, then the chords are equal. അപ്പോൾ ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? രണ്ട് കോൺഗ്രുവൻറ്റ് സർക്കിൾസിന്റെ കോർഡ്സിൽ നിന്ന് അതിന്റെ സെന്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്നത് ഈക്വൽ ആംഗിൾസ് ആണ് എങ്കിൽ അതിന്റെ കോർഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ കോർഡ്സ് ഈക്വൽ ആണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യണം. അപ്പൊ സെന്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് ഈക്വൽ ആണെങ്കിൽ അത് അപ്പൊ നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കാം. കോർഡ്സ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഫിഗർ വരയ്ക്കണം. ആദ്യം നമുക്ക് രണ്ട് സർക്കിൾസ് വരയ്ക്കാം. അപ്പൊ ഇവിടെ രണ്ട് സർക്കിൾസ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സെന്റർ ആണ്, ഈ സർക്കിളിന്റെ സെന്റർ ആണിത്. ഇതിന് ഞാൻ O എന്ന് പേര് കൊടുക്കുന്നു. ഈ സർക്കിളിന്റെ സെന്റർ ആണിത്. ഇതിന് ഞാൻ R എന്ന് പേര് കൊടുക്കുന്നു. ഇതിൽ നിന്ന് ഇവിടെ രണ്ട് കോർഡ്സ് ഉണ്ട്. ഈ കോർഡ്സിൽ നിന്ന് ഇങ്ങോട്ട് സബ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾ ആണ് ഇത്. ഈ ആംഗിൾ ഈക്വൽ ആണ് എന്ന് ക്വസ്റ്റ്യനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിളും ഈക്വൽ മെഷറിലുള്ളതാണ്. അപ്പൊ ഈ കോഡിന് ഞാൻ MN എന്ന് പേര് കൊടുക്കുന്നു. ഇതിന് ഞാൻ PQ എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത് ആംഗിൾ MON is equal to ആംഗിൾ PRQ. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ MN is equal to PQ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഗിവൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ഗിവൺ ചെയ്തിട്ടുള്ളത് ആംഗിൾ MON is equal to ആംഗിൾ PRQ. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് എന്താണ്? MN is equal to PQ, അതായത് കോർഡ്സ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ കോർഡ്സ് ഈക്വൽ ആണ് എന്ന്, അതായത് രണ്ട് ട്രയാങ്കിളിന്റെയും സൈഡ്സ് ആണ് MN-ഉം PQ-ഉം. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൂഫ് എഴുതാം. ഇൻ ട്രയാങ്കിൾ MON ആൻഡ് ട്രയാങ്കിൾ PRQ, ഇവിടെ നമുക്ക് ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതേപോലെ നമുക്ക് വേറെ എന്തെഴുതാം? MO is equal to PR എഴുതാം. MOയും PRും സർക്കിൾസിന്റെ റേഡിയസ് ആണ്. അതുപോലെ NOയും QR ഈക്വൽ ആണ് എന്ന് എഴുതാം. അതും സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം MO is equal to PR. റീസൺ എന്തെഴുതാം? റേഡിയൈ ഓഫ് കോൺഗ്രുവന്റ് സർക്കിൾസ്. അടുത്ത എന്തെഴുതാം? ആംഗിൾ എഴുതാം. അത് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളതാണ്. ആംഗിൾ MON is equal to ആംഗിൾ PRQ, അത് ഗിവൺ ആണ്. അടുത്ത എന്തെഴുതാം? NO is equal to QR, അതും എന്താണ്? റേഡിയൈ ഓഫ് കോൺഗ്രുവന്റ് സർക്കിൾസ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ ട്രയാങ്കിൾ MON congruent to triangle PRQ by ഏത് കോൺഗ്രുവന്റ് റൂൾ ആണ്? ഇവിടെ സൈഡ് ആംഗിൾ സൈഡ്. അപ്പൊ SAS കോൺഗ്രുവൻസ് റൂൾ ബൈ SAS കോൺഗ്രുവൻസ് റൂൾ. അപ്പൊ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതിന്റെ MON എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡ് ആണ് MN. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് PRQയിൽ വരുന്ന സൈഡാണ് PQ. അപ്പൊ നമുക്ക് എന്തെഴുതാം? MN is equal to PQ by CPCT. അപ്പൊ MN-ഉം PQ-ഉം ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഹെൻസ് കോർഡ്സ് ആർ ഈക്വൽ ഇഫ് ദേ സബ്റ്റെൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെന്റേഴ്സ്. Hence, chords are equal if they subtend equal angles
at their centers. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ടുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.